ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം അത് പ്രത്യേകിച്ചൊരു കണ്ടൻറ്റോ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ വന്നത്. അപ്പം മോനിക്ക് പനിയാണ് ഗൈസ്, നല്ല പനിക്കുന്നുണ്ട് കേട്ടോ. ആൾ നല്ല ക്ഷീണിച്ച് കിടക്കുകയാണ് ഗൈസ്. കണ്ടില്ല, ഓൻ കിടക്കുമ്പോൾ എൻ്റെ വാവിനെ ഓൻ കിടത്താറുണ്ട്. ഇപ്പോൾ പൊതിച്ചൊക്കെ കൊടുത്തവർ കിടക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ളവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കില്ലേ നമ്മളെപ്പോലുള്ളവരൊക്കെ ഈ കുട്ടികളെയും മക്കളെയും വീട്ടിലെ പണികളൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് വെറുതെ കണ്ട് ഒരു ലൈക്കും കമൻറ്റും ഒന്നും തരാത്ത എത്രയോ പേരുണ്ട് അല്ലേ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു വീഡിയോ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഞാനൊരു വീഡിയോ കാണുന്ന വീഡിയോക്ക് ഞാൻ ലൈക്കും കൊടുക്കാറുണ്ട്, കമൻറ്റും ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അത് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമല്ലെങ്കിലും ഈ വീഡിയോ എടുത്ത് ഇത്രയും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അവർക്ക് ഒരു സന്തോഷമാണ് അല്ലേ. കാരണം ഓരോരോ വീഡിയോ ഒരു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും, അതിൽ കമൻറ്റ് വന്നു, എത്ര ലൈക്ക് കിട്ടി, വ്യൂസ് കിട്ടി എന്നൊക്കെ അവർ നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ഒരു കമൻറ്റേയും കണ്ട ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു കാര്യം പറയണല്ലോ, ഞാൻ എന്ത് ഷോർട്സിൽ അത്യാവശ്യം എനിക്ക് കമൻറ്റും ലൈക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനൊരു ലോങ് വീഡിയോ ഇടാണെങ്കിൽ എനിക്കൊരു കമൻറ്റ് ഒന്നോ രണ്ടോ കമൻറ്റായിട്ടും ലൈക്കായിട്ടൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ കാണുമ്പോൾ. എന്തിനാ അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. പിന്നെയും എന്തിന് തളരാണ്ട് പിന്നെ മുന്നോട്ട് പോവുന്ന ഗൈസ്. അപ്പം ഞാൻ പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് കേട്ടോ. ഒരു വീഡിയോ എടുക്കുന്നത് മക്കളൊക്കെ വെച്ചിട്ട് മക്കൾ പറഞ്ഞിട്ട് ഓരോരുവനുസരിച്ച് ഒരു വീഡിയോ എടുക്കുന്നത്, അത് എഡിറ്റിംഗ് ചെയ്യുന്നത്, അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. ഉറക്കൊഴിയുന്ന ദിവസങ്ങൾ വരെയുണ്ട് ഗൈസ്. അപ്പം ഞാൻ ആലോചിക്കാം, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒന്നും വേണ്ട, ഒരു കമൻറ്റ് സൂപ്പറാണ് അല്ലേ, ഇനി അത് സൂപ്പർ അല്ലെങ്കിൽ എല്ലാമെന്നോ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്തോടല്ലേ ഇവർക്ക് കാണുന്ന വ്യൂസിനൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഈ അഭിപ്രായത്തിനോട് എത്ര പേർ യോജിക്കുന്നുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി ഇവരിത് നെഗറ്റീവായി എടുക്കുമോ, ഞാൻ പറയുന്നത് നെഗറ്റീവായി എടുക്കുമോ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നി ഞാനത് പറഞ്ഞു കേട്ടോ. കാരണം എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം കഷ്ടപ്പെട്ട് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് പോവുക, നമ്മളതിനനുസരിച്ച് ചെയ്യാമെന്നൊക്കെ ചെയ്യണ്ടേ. അത് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ ഈ പണി നിർത്തി പോയിക്കൂടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമൊക്കെ ഇല്ലെങ്കിലോ നമ്മളൊരു ഗെയിം കളിച്ചിങ്ങനെ നിൽക്കാമെന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാം. ഇതിപ്പം ഓരോരുത്തർ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇടാനുണ്ടായിട്ടില്ല നമുക്ക് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും കാണാൻ കഴിയുന്നതല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു കമൻറ്റ് കൊടുക്കുക, ഒരു ലൈക്ക് കൊടുക്കുക, ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പോലെ നമ്മൾ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ നമ്മൾ ഈ വെറ്റിലടക്കയിൽ ഈ എന്താ പറയുക, ഇത് തേക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ടച്ച് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ആ ടച്ചിൻ്റെ ഇടയിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, വലിയ പണിയുമില്ല. നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമല്ല, നമ്മൾ മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട കാര്യം അതൊന്നുമല്ല. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു കാര്യം ഇങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞിടണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് തോന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലവർക്ക്, എല്ലാവരും ഒന്നും പറയില്ല കേട്ടോ, ചിലവർക്ക് തോന്നിയാലോ ഇത് ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്, നമ്മളൊന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലും ആർക്കെങ്കിലും മനസ്സിലത് തട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എവിടെ ഇത് പറയലുള്ളൂ, ആരും കമൻ്റ് ഒന്നും ചെയ്യില്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട കടമ നമ്മൾ ചെയ്യാം, അത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ബൈ.